നമസ്കാരം. ഇന്ത്യയുടെ FCRA നിയമ ഭേദഗതിയിൽ അമേരിക്കയും ബ്രിട്ടനും എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? വിദേശ പണം സ്വീകരിക്കുന്ന NGO-കൾ ഇനി കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കേണ്ടി വരുമെന്നതിനെ അതുമായി ബന്ധപ്പെട്ടവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പണം ഉപയോഗിച്ച് വാങ്ങിയ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് നിയമപരമായ സുരക്ഷിതത്വം ഉണ്ടാകുമ്പോഴും വിദേശ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ചില സ്ഥാപനങ്ങൾ അരക്ഷിതാവസ്ഥയെന്ന് വിലപിക്കുന്നത് എന്തു കാരണം കൊണ്ടാകും? മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ മറനീങ്ങുന്നുണ്ടോ? ദേശീയ സുരക്ഷയുടെ പേരിൽ സർക്കാർ ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് ഏതുതരം നിലപാടുകളാണ്? ഇത് NGO-കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സർക്കാരിന്റെ ഇടപെടലാണോ? അതോ വിദേശ ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ മറഞ്ഞിരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നവരെ ചെറുക്കലാണോ? അതിനിടയിൽ വിദേശത്തു നിന്നും വരുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഭീഷണികളും എന്തു സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? അത്തരം പ്രസ്താവനകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കൂറ് കാണിക്കുന്നത് എന്താണ്? ഈ ചോദ്യങ്ങളൊക്കെ പരിഗണിച്ചാൽ യഥാർത്ഥത്തിൽ FCRA ഭേദഗതി നിയമം പറയുന്നത് എന്ത് എന്ന് നമുക്ക് വ്യക്തമാകും. FCRA ഭേദഗതിയിൽ സായിപ്പിന് പൊള്ളുന്നത് എന്തുകൊണ്ട്? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പരിശോധിക്കുന്നു. സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന പണം സ്വതന്ത്ര ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാകുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. 1976 നിലവിൽ വന്ന നിയമം 2010 കൂടുതൽ സമഗ്രമായി പരിഷ്കരിച്ചു. വിദേശ സംഭാവന സ്വീകരിക്കുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ, വരവ് ചെലവ് കണക്കുകൾ, വാർഷിക റിട്ടേൺ, ഫണ്ടിന്റെ ഉപയോഗം എന്നിവയിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ വ്യക്തത കുറവുണ്ടെന്നാണ് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ വാദം. അതിനുള്ള പരിഹാരമായാണ് അവർ FCRA നിയമം ഭേദഗതി ചെയ്യുന്നത്. എന്നാൽ പല പ്രതിഷേധ സ്വരങ്ങളിലും പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയെന്ന് ഒന്ന് പരിശോധിക്കാം. ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാകുകയോ സറണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുകയോ ചെയ്താൽ വിദേശ സംഭാവന ഉപയോഗിച്ച് സൃഷ്ടിച്ച ആസ്തികളുമായി ബന്ധപ്പെട്ടതാണ് അതിലൊന്ന്. അത്തരം ആസ്തികളിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന സംവിധാനം കൊണ്ടുവരികയാണ് പുതിയ നിയമത്തിലൂടെ പറയുന്നത്. ഇതിനായി ഡിസൈൻഡ് അതോറിറ്റി എന്ന സംവിധാനവും വരുന്നുണ്ട്. നിരവധി കടലാസ് NGO-കൾ വിദേശ ഫണ്ട് ശേഖരണം എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഭീമമായ തോതിൽ ഫണ്ട് ശേഖരിച്ച അവയിൽ പലതും ഇന്ന് നിലവിലില്ല. വിദേശ ഫണ്ടിന്റെ വിനിയോഗത്തിൽ സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു രാജ്യത്ത് അനുവദിക്കാൻ കഴിയുമോ എന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കണം. വിദേശ സംഭാവന ഉപയോഗിച്ച് NGO-യുടെ പേരിൽ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സർക്കാർ പറയുന്നത് വിദേശ സഹായവുമായി ലഭിച്ച പണം ഒടുവിൽ വ്യക്തികളുടെയോ സംഘടനാ ഭാരവാഹികളുടെയോ സ്വകാര്യ സ്വത്തായി മാറാൻ പാടില്ല എന്നതാണ്. ഇതോടൊപ്പം മതപരിവർത്തനവും FCRA ചർച്ചയിലെ വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദേശ ഫണ്ടിംഗ്, മിഷണറി പ്രവർത്തനം, മതപരിവർത്തനം എന്നിവയെക്കുറിച്ച് വർഷങ്ങളായി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1947 മുതൽ ഇതുവരെ ആ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യപരമായ മാറ്റങ്ങൾ ഇവിടെ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം. മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നിർബന്ധിതമായോ പ്രലോഭനം വഴിയോ മതപരിവർത്തനം നടത്തുന്നതും ഒരുപോലെയല്ല. FCRA ഭേദഗതിയിൽ എല്ലാ മതപരമായ പ്രവർത്തനങ്ങളെയും നിരോധിക്കുന്നില്ല. എന്നാൽ വിദേശ പണം ഉപയോഗിച്ച് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന ആരോപണം ഉയർന്നാൽ അത് അന്വേഷിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടാവും. ഇക്കാര്യം ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയാണ് FCRA ഭേദഗതി ദേശീയ സുരക്ഷയുടെ വിഷയമായി മാറുന്നത്. കാരണം വിദേശ പണം ചാരിറ്റിയിലേക്ക് മാത്രമല്ല എത്തുന്നത്. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നിവ മാത്രമല്ല വിദേശ ഫണ്ടുകൾ വഴി നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തുന്ന നിരവധി സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ച തെറ്റായ രീതിയിലുള്ള മതപരിവർത്തനം, പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധമായ നരേറ്റീവുകൾ സൃഷ്ടിക്കാനും മറ്റു കാര്യങ്ങൾക്കും വിദേശ ഫണ്ട് ഉപയോഗിക്കുന്നത് തടയണം എന്ന ലക്ഷ്യവും ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വിദേശ പണത്തിന്റെ ഉറവിടവും ഉപയോഗവും നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമായി വരുന്നു. തീർച്ചയായും അതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദവും. പക്ഷേ അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കേന്ദ്രം അധികാരം ഉപയോഗിക്കുമ്പോൾ NGO-കളുടെയും സിവിൽ സൊസൈറ്റികളുടെയും നിയമപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടില്ല എന്നതാണ്
പ്രതിപക്ഷത്തിന്റെ ഒരു ആകുലത. നിയമപരമായി പ്രവർത്തിക്കുന്നവർക്ക് അതുണ്ടല്ലോ എന്ന് ഭേദഗതിയിൽ വ്യക്തമാവുകയാണ്. എന്നിട്ടും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചോദ്യത്തിന്റെ ലക്ഷ്യമെന്ന് ഇവിടെ പറയേണ്ടി വരികയാണ്. ഇതിനിടയിലാണ് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത്. അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങൾ FCRA ഭേദഗതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ക്രിസ്ത്യൻ സംഘടനകളുടെയും ചർച്ചുകളുടെയും പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നാണ് അവരുടെ വാദം വ്യക്തമാക്കുന്നത്. സായിപ്പിന്റെ വാദമുഖങ്ങളും ആശങ്കകളും നമുക്കിവിടെ പ്രതിപാദിക്കേണ്ടതില്ല. ഇന്ത്യയിലെ നിയമം നിർമ്മിക്കുന്നതും നടപ്പാക്കുന്നതും ഇന്ത്യയിലാണ് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. FCRA ഭേദഗതി ബിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. വിദേശ ഫണ്ടിംഗ് എങ്ങനെ നിയന്ത്രിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റ് ആണെന്ന് നമ്മുടെ വിദേശ മന്ത്രാലയം ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി ഈ രണ്ടു രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തന്നെ ഫോറിൻ ഇൻഫ്ലുവൻസും ഫോറിൻ ഫണ്ടിങ്ങും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ നിയമം ശക്തമാക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് വിദേശ ശക്തികൾ ചോദ്യം ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇവരുടെയൊക്കെ പ്രസ്താവനകൾ കോട്ട് ചെയ്ത് വാർത്തകളും ചർച്ചകളും നടത്തുന്നവരുടെ കൂറ് ഇവിടെ വ്യക്തമാവുകയാണ്. വിദേശ ശക്തികൾ FCRA നിയമ ഭേദഗതി ബിൽ ചർച്ചയാകുന്ന പാർലമെന്റ് സെഷൻ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനെന്നും അതിന് അവർക്ക് രാജ്യത്തിനകത്ത് ലഭിക്കുന്ന പിന്തുണയും നമ്മൾ കാണുന്നുണ്ട്. FCRA ഭേദഗതിയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം ഇവിടെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. വിദേശ പണം സുതാര്യമായിരിക്കണം. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അത് ഉപയോഗിക്കരുത്. വിദേശ പണം ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന സ്വത്ത് സ്വകാര്യ സമ്പത്തായി മാറരുത്. അത് നിയമവിധേയമാക്കാൻ നിയമം ശക്തമാക്കുക തന്നെ വേണം. വിദേശ പണത്തിന് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരിക്കലും ഒരു ഭൂഷണമല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.